അങ്ങനെ ഞാൻ തലേന്ന് വൈകിട്ട് ചേച്ചിയുടെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് പോയി സ്റ്റേ ചെയ്തപ്പോൾ ജാനകിക്കുട്ടി കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ആയിട്ട് എന്നെ സ്വീകരിക്കാൻ ഇങ്ങനെ അലങ്കാരപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 4 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും എയർപോർട്ടിലേക്ക് ലോക്കൽ ഡാറ്റ പൈപ്പിൽ പറഞ്ഞിറങ്ങി. ജയയുടെ ഫോൺ ജാനകിക്കുട്ടിയുടെ ഫേസിലേക്ക് ഞാൻ ഒന്ന് കാണിച്ചു. അങ്ങനെ എയർപോർട്ടിലെ മറ്റ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഇതിനിടയ്ക്കുള്ള മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അത്യാവശ്യം ഞങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ജാനകി വിൻഡോ സീറ്റിൽ സൈഡ് സീറ്റിലിരുന്ന് ഞങ്ങൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹിയർ ദ ജേർണി ബിഗിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചിന്നക്കുട്ടി ഉറക്കമായി. പിന്നെ ഞാൻ ആ സൈഡിൽ നിന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് നല്ലോണം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ സൈഡിൽ നിന്ന് 2 പുള്ളിക്കം ഇങ്ങനെ ഒന്ന് ആദ്യം വിളിച്ചെങ്കിലും പിന്നെ അത് ഓക്കെ ആയി വന്നു. പിന്നെ ഞാൻ അതേപോലെ ഞാനും കിടന്നുറങ്ങി, ചേച്ചി ഉറങ്ങി, കുഞ്ഞു ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ നമ്പർ 1 ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിന്നക്കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു. കാരണം അച്ഛനെ കാണാൻ, ചിന്നക്കുട്ടിയുടെ അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചേട്ടനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ചേച്ചിയും ചിന്നക്കുട്ടിയും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന ഹായ് ഒക്കെ തന്നു കൊടുത്ത് പുറകിൽ 2-3 സിമ്പിൾസ് ഞങ്ങൾ നോട്ടീസ് ചെയ്തപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ ഡാൻസേഴ്സിൻ്റെ മുദ്രാസാണ് അതെല്ലാം. അപ്പം ഞാൻ വെച്ചു നിങ്ങളെ കൂടെ കാണിക്കാൻ. അങ്ങനെ കുറച്ച് ക്ലിപ്പ് ഞാൻ അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ചിന്നക്കുട്ടിയുടെ അച്ഛൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ ടീഷർട്ടിട്ട് ഫ്രണ്ടിൽ പോകുന്നതാണ് ചേട്ടൻ. ചിന്നക്കുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ, ഞാനും ചേച്ചിയും ബാക്കിൽ ഇങ്ങനെ പതിയെ നടന്ന് വരും, ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പം അതിനിടയ്ക്കൂടെ ചേച്ചിയാണ് ഇപ്പോൾ ക്യാമറ പിടിക്കുന്നത്. ചേച്ചി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വരുന്നു. ഒരു ബോർഡും ചേച്ചി വീട്ടിട്ടില്ല, എല്ലാ ബോർഡും ചേച്ചി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിനിയിപ്പം നേരെ മെട്രോയിലേക്കാണ് പോകുന്നത്, ഡൽഹി മെട്രോയിലേക്ക്. അപ്പം നമുക്ക് പോവാം. ഞങ്ങളങ്ങനെ മെട്രോയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കുറേയേറെ വണ്ടടിപ്പിച്ച ഐറ്റംസ് ആയിരുന്നു. ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ട്രെയിൻസും കാര്യങ്ങളും എല്ലാം. അതെല്ലാം മെട്രോയുടെ ഓരോ സിംബലൈസേഷൻസും റെപ്രസെൻറ്റേഷൻസും ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം അവരുടെ ഫോർമേഴ്സ്, അവരുടെ ഓരോരോ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിരുന്നു. പിന്നെ ഞങ്ങൾക്കൊന്നും എടുക്കാനും ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം അവർ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തു, 2 വട്ടം റെസ്ട്രിക്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു. നമുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങളിനി മെട്രോയിലെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഡൽഹി മെട്രോയിൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് കേരള ഹൗസിലേക്കാണ്. അവിടെയാണ് നമ്മൾ ലഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ലഞ്ചും അതേപോലെ 1 അവർ റിഫ്രഷ്മെൻറ്റ് ടൈമും നമുക്ക് അവിടെ ആയിരുന്നു. അപ്പം അവിടേക്ക് നമ്മൾ പോവാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തിരിക്കുമായിരുന്നു. നമ്മൾ പോയത് മാർച്ച് ലാസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. ചൂടത്ത് ഞങ്ങൾ 2 പേരും മാറി ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ ചൂടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റിഫ്രഷ്മെൻറ്റ് പ്ലേസ്. നമ്മൾ റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനിയും പോവുകയാണ്. ഡൽഹിയിൽ നിന്നാണ് നമ്മൾ മണാലിയിലേക്ക് പോകുന്നത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഒരാളൂടെ വന്നിട്ടുണ്ട്, അഖിലേട്ടനും കൂടെ ജോയിൻ ചെയ്തു. ചേട്ടൻ്റെ ഹസ്ബൻഡാണ്. അപ്പം നമ്മളിനി നേരെ മണാലിയിലേക്ക്. നമ്മുടെ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ എൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി സെക്കൻഡ് പാർട്ട് എവിടെയാണ്? അറ്റ് മണാലി. അപ്പം നമുക്ക് പോയിട്ട് വരാം. ബൈ.